വെരി ഗുഡ്. ഗൗരി, രാജാ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? അതെ. ഓക്കെ, ചോദിക്കാം. ചേച്ചി ഗൗരിക്കുട്ടി മാം, സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു മാം. നന്നായി പാടി മോള്. താങ്ക് യു മാം. ചില ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല ഈസി ആയിട്ട് പാടി. കഴിഞ്ഞ പ്രാവശ്യം മോള് പാടുമ്പോൾ ഞങ്ങൾക്ക് വെപ്രാളായിരുന്നു ഇവിടെ. അയ്യോ വയ്യാണ്ടായല്ലോ, എങ്ങനെയാണെന്ന് ശരിയാക്കി പാടാം. ഇന്നിപ്പോ ശബ്ദമൊക്കെ നന്നായി പാടി. ബ്യൂട്ടിഫുൾ. എനിക്ക് തുടക്കത്തിൽ മാത്രമാണ് ഈ എൻഡിങ്സ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് പേസ് വീസ് അവിടെയൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒരു നോട്ട്സ് ക്ലിയർ ആവായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. അല്ലാതെ മോള് ഭംഗിയായിട്ട് തന്നെ പാടി. ഇതിൽ മറ്റൊന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ മോള്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ശരത് സർ. ഗൗരി, സർ, ബ്യൂട്ടിഫുൾ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം, ഈ മാലയിൽ യാരോ അതൊന്ന് പാടാമോ? മാലയിൽ യാരോ അത്രയും അങ്ങനെ സ്ലോ ഗ്ലൈഡ് ചെയ്താൽ അത് കൊള്ളാവും. ആരോ അങ്ങനെ പാണ്ടല്ല. നീ എന്താ പിന്നെ അതിൽ നായകൻ പേരെഴുത് അതൊന്ന് പാടാമോ? അതൊക്കെ ഈ ഞാൻ പറഞ്ഞ ഫീലിലാണ് പാടേണ്ടത്. പേരെഴുത് ഒരു നോട്ട് ഗ്ലൈഡ് അത്ര സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവണം. പാട്ടിലൊരു ക്യാരക്ടർ അതാണ്. സ്ട്രിങ്സ് നിങ്ങളുടെ ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആണ്, വണ്ടർഫുൾ. പ്രത്യേകിച്ച് സ്ട്രിങ്സ്. പിന്നെ നമ്മുടെ ഒരിക്കലും വീട് കെട്ടിത്തീരാത്ത രാജേഷും സൂപ്പറായിരുന്നു.
ഓക്കെ താങ്ക് യു താങ്ക് യു സർ. MG സർ. ഗൗരി സാർ നല്ല രസമായിട്ടുള്ളൊരു പാട്ട് നന്നായിട്ട് പാടി. പക്ഷെ ഗൗരി ഓണായത് എവിടെയാണെന്നറിയാം, ശരണം തൊട്ടാണ് അങ്ങോട്ട് ഓണായത്. അതുവരെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ എന്താണ് ബ്ലെൻഡ് ചെയ്ത് വരേണ്ടതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വന്നിരുന്നത് നന്നായിരുന്നു. ചരണം തൊട്ട് നല്ല രസമായിട്ട് പാടി, എൻഡിങ് ഒക്കെ നന്നായിരുന്നു. നല്ലൊരു സെലക്ഷൻ. അതുപോലെ തന്നെ ശരത്ത് പറഞ്ഞ പോലെ ഇതിൻ്റെ BGM, തേർഡ് BGMത്തിൽ ആ വയലിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ അത് പ്ലെയിനായിട്ട് വായിച്ചാൽ എങ്ങനെ ഇരിക്കും, വളരെ എന്താണ് ബ്ലണ്ടായിട്ട് തോന്നും. പക്ഷെ അതിനകത്ത് ശ്രമലോ വന്നപ്പോ അതിന്റെ ബ്യൂട്ടി അല്ലേ, അത് വേറൊരു ഫീലാണ്. നമുക്കൊരു കുളിരാണ്. അത് വന്നപ്പോ ഈ പാട്ടുമായിട്ട് അങ്ങ് ജെല്ലായി. ഓ ബ്യൂട്ടിഫുൾ സോങ്, നന്നായിട്ട് പാടി മോളെ. ടോട്ടലി ഇറ്റ് വാസ് വെരി നൈസ് കേട്ടോ. താങ്ക് യു സർ. പക്ഷെ ഈ പറഞ്ഞ കാര്യം നോക്കണം കേട്ടോ. ഓ നോക്കാം സർ. അങ്ങനെയുള്ള ഈ ഗ്ലൈഡുകളുണ്ടല്ലോ, ഈ പാട്ടിന്റെ ഒരു കാതലായിട്ട് ഒരു എസൻസ് ആണ് അണ്ണാച്ചി ഇവിടെ പറഞ്ഞത്. എല്ലാം കൊണ്ടും ക്രിസ്മസിൽ ഒരു നല്ല പാട്ട് കേൾക്കാൻ നമ്മുടെ അമൃതയുടെ പ്രേക്ഷകർക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. MG സർ. 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ഞാനും 8.7. സർ ഹിഡൻ മാർക്കാണ് സർ. വെറുതെ പറഞ്ഞേ ചേച്ചി, പറ്റിക്ക്. ആദ്യം 12.5 എന്ന് എഴുതി കേട്ടോ. 12.5 എന്ന് എഴുതി, എന്നിട്ട് വെട്ടിയിട്ടാണ് അത്ര എനിക്ക് കപ്പാസിറ്റി. ഓക്കെ ചേച്ചി. 8.7. താങ്ക് യു മാം. ഓക്കെ ഗൗരി, സോ ടോട്ടൽ 17.4. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.